അത്തരം പണികൾ കിട്ടിയിട്ട് പിന്നെ അവരെ കാണുമ്പോൾ പണി നല്ല മറ്റേ വലിയ പണിയൊന്നും ഇല്ല. അല്ല, അത്തരം പണികൾ കിട്ടി പിന്നീട് അവരെ കാണുമ്പോൾ ബുദ്ധിമുട്ട് മനസ്സിലായി. ബുദ്ധിമുട്ടൊന്നും ഇല്ല ഒരിക്കലും. എന്തിനു ബുദ്ധിമുട്ട്? നമ്മളെ തലയിൽ കയറ്റാതിരുന്നാൽ മതി. നമുക്ക് കാര്യം മനസ്സിലായോ, നമ്മൾ പഠിച്ചോ, നമ്മുടെ കാര്യം നോക്കി മാറിക്കോളൂ അല്ലേ? ഇത്ര ചിന്തിക്കാറുള്ളൂ. ആ ചിന്താഗതി നല്ലതാണ്. പിന്നെ വന്നത് നേരത്തെ പറഞ്ഞ വന്നത് പരിചയമില്ലാത്തവർ നമ്മൾ കാണിച്ച് സ്നേഹം കാണിച്ചത് ഫേക്ക് ആയിട്ട് തോന്നും. അല്ല, ഞാൻ എന്റെ രീതിയാണ്. എനിക്ക് മറ്റേ സൈക്കോളജി പരിപാടി അറിയാൻ സൈക്കോളജി പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ മറ്റേ ഭയങ്കര ബഹുമാനമൊക്കെ പിടിച്ച് ഭയങ്കര കാമൊക്കെ ആയിട്ട് ഇപ്പൊ ശ്യാം ഇരിക്കണ പോലെ ഞാൻ ഇരുന്നു. സത്യം, ഞാൻ ഇങ്ങനെയൊക്കെ ഫസ്റ്റ് ഓർമ്മ ഉണ്ടാകാൻ അറിയില്ല. ഫസ്റ്റ് ഞാൻ മറ്റേ ഫുൾ സിനിമ ഇത് ഓക്കെ എക്സ്ക്യൂസ് മീ രണ്ടാമത്തെ ദിവസം പോവാന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് വിളിച്ച് അല്ല, പക്ഷെ ഞാൻ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര കൊള്ളാലോ പോകുമ്പോ പറയടാ, ഇപ്പൊ മറ്റേ പോണേണ്ട പറയുമ്പോ പറയണമല്ലോ നമ്മളെപ്പോഴും ഇറങ്ങി. ആ ഒരു വ്യത്യാസം, അങ്ങനെ ഓരോ അനുഭവങ്ങളാണ് എല്ലാവരും. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും സിങ്കാവും, ഈ ലൊക്കേഷനിൽ ഇത്രയും ഫണ്ണായിട്ട് തീരും. ഞാൻ വിചാരിച്ചിരുന്നു. എനിക്കറിയില്ലായിരുന്നല്ലോ. എനിക്കൊരു ഇതുണ്ടായിരുന്നു, എല്ലാരും അടിപൊളി ആൾക്കാരാണെന്നുള്ളൊരു സംഭവം. ഈവൻ ഇൻക്ലൂഡിങ് ഷാജോൺ ചേട്ടൻ, അംബരീഷ്, എല്ലാവരും ഉണ്ടല്ലോ, ബിനിച്ചേട്ടൻ, മുതിർന്ന ആളുകളും ഉണ്ടല്ലോ. പക്ഷെ അങ്ങനെ ഒരു മുതിർന്നതൊന്നുമല്ല. നമ്മള് കളിയാക്കുമ്പോ അവരും കൂടും നമ്മുടെ കൂടെ. അതെ, ഭയങ്കര രസമായിരിക്കും. അതെ അതെ ഒരുമിച്ചുള്ള ഊനൊക്കെ കളിച്ചിട്ടുണ്ട്. അല്ല, അങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടുന്ന ആളുകൾ വലുതാണ്. അല്ലേ, സ്മൂത്ത് ആയിട്ട് എല്ലാ പരിപാടികളും ഇങ്ങനെ. അതിൽ ആക്സിഡന്റിൽ ആ ചെറിയ ഇഷ്യൂ ഉണ്ടായി കഴിച്ച ബാക്കി എല്ലാം ഡീലാ. അല്ല, പക്ഷെ അതും അങ്ങനെ ആർക്കൊന്നും പറ്റാണ്ടൊക്കെ ഒന്നും അധികം മോശമായിട്ടൊന്നും പറ്റില്ല. റെസ്റ്റ് എടുത്ത് മാറിയത്. അതെ, എത്ര ആള് റെസ്റ്റ് എടുത്താണ്? ഒരു മാസം റെസ്റ്റ് എടുത്തു അല്ലേ? ഒരു മാസം നമ്മളുടെയും കൂടി സൈഡിൽ നിന്നുള്ളൊരു എന്താ പറയുക, ഒന്ന് ടേക്ക് കെയർ ചെയ്യുന്നുള്ളതേ ഉള്ളൂ. കാരണം എത്രയും പെട്ടെന്ന് പിന്നെ അങ്ങോട്ടേക്ക് ഫിസിക്കലി ആക്റ്റീവായിട്ട് പോവുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഒന്ന് പ്രിക്കോഷന് വേണ്ടിയിട്ട് ചിലപ്പോൾ 2 weeks ആണെങ്കിലും ചിലപ്പോൾ ഓക്കെ ആയിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അപ്പൊ ഞാൻ അറിയാണ്ട് അത്രയും ദിവസം എല്ലാം കൺട്രോൾഡാ, നടക്കുന്നതൊക്കെ ഇങ്ങനെ എണീക്കുന്നതായിരുന്നു. പക്ഷെ ആ എക്സൈറ്റ്മെന്റ് ഞാൻ ലൈഫിൽ എനിക്ക് ആദ്യമായിട്ടാണോ എന്ന് പോലും ഡൗട്ട് ഉണ്ട്. അത്രയും എനിക്ക് കൈയൊക്കെ വിറച്ച് നമ്മൾ അത്ര എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല ഒരു രീതിയിലും. ആ സിനിമ ടോട്ടലി നമ്മൾ അവിടെ വിട്ടു, അതിന്റെ ഫെയിലിയറും അതുകൊണ്ട് ഉണ്ടായിരുന്ന എല്ലാ പെയിനോടെ വിട്ട് മൂവ് ഓൺ ആയി. അത് മറന്നിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സാധനം. ഞാൻ ആദ്യമായിട്ട് എന്റെ എനിക്ക് ഇമോഷണലി സന്തോഷം കൊണ്ട് കണ്ണ് നിറയുന്ന ഇത് ഇപ്പൊ പ്രേമിലും അത്രയും സക്സസിൽ നിൽക്കുമ്പോൾ പോലും അതിനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉണ്ട്. ഇത് ലോട്ടറി അടിച്ച പോലെ ആയിരുന്നു. ഒറ്റ മൊമെന്റിലാണ് ഞങ്ങളുടെ റൈറ്റർ തോമസ് വിളിച്ചിട്ട് പറയുന്നത്, എടാ നിനക്ക് സ്റ്റേറ്റ് എവിടെ? അങ്ങനെ പോടാ എടാ ശരി. അപ്പൊ ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലുകളുണ്ട്. അതാണ് വിചാരിച്ചത്. ഞങ്ങളെ ലിറ്റിൽസ് റാവുത്തറിന് പറഞ്ഞപ്പോഴാണ് ഞാൻ വിശ്വസിക്കാണ്ട് ഞാൻ നേരെ ഫോണിൽ നോക്കിയപ്പോ വാട്സപ്പിൽ പോപ്പ് മെസ്സേജസ് ഇങ്ങനെ കൺഗ്രാറ്റ്സ് വരുന്നുണ്ട്. അപ്പോഴാണ് വിശ്വാസം ചെയ്തത്. അപ്പൊ ഞാൻ അറിയാണ്ട് ഈ പറഞ്ഞ നടക്കാനൊക്കെ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ ഇറങ്ങി നടന്ന് താഴെ അച്ഛൻ്റെ അമ്മയുടെയും മോളുടെയൊക്കെ അടുത്ത് പോയി അങ്ങോട്ടേക്ക്. അപ്പൊ ആ സമയത്ത് മാത്രമാണ് ഒന്ന് അൺകൺട്രോൾഡ് ആയി പോയത്. ബാക്കി എല്ലാ സമയത്തും റെസ്റ്റ്. കാരണം ഷൂട്ട് അത്രയും എല്ലാവരും നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണെന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നു. വലിയൊരു വെയിറ്റിംഗ് ആയിരുന്നു. അത് ആക്സിഡന്റ് കഴിഞ്ഞിട്ട് എല്ലാവരും, പല ആൾക്കാരും ഡേറ്റുകൾ തന്നെ അല്ലേ മാറിപ്പോകുന്ന കാഴ്ചകളാവുന്ന ഒരു അവസ്ഥ വന്നായിരുന്നു. ഞാനൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നതാണ്. ഞാൻ അച്ഛനെ വിളിച്ചു, അച്ഛനൊക്കെ വിളിച്ച് ഞാൻ ചോദിച്ചു. അന്ന് രാത്രി തന്നെ നമ്മൾ അറിയുന്നത്, രാത്രി തന്നെ അറിയുവാണല്ലോ വാർത്ത, പെട്ടെന്ന് രാത്രി തന്നെ പുറത്തേക്ക് വന്നല്ലോ. എന്തായാലും ഭാഗ്യം എല്ലാം മുകളിലിരിക്കുന്നതാണ് നമ്മൾ രക്ഷിച്ചു. സ്റ്റേറ്റ് അവാർഡും വാങ്ങി അടിച്ചു പൊളിച്ച് ആ സമയത്ത് തന്നെ സ്റ്റേറ്റ് അവാർഡും പ്രഖ്യാപനവും. അപ്പൊ ഒന്നും നമ്മൾ ഈ പറഞ്ഞ അസുഖം എല്ലാം മറന്നപ്പോ അതുകൊണ്ട് പെട്ടെന്ന് ഒരു ദിവസത്തേക്ക് പിന്നീട് പേരുണ്ടായിരുന്നു അല്ലേ. ഈ മഹിമ ഈ എല്ലാവരുമായിട്ടുള്ള കൂട്ടുകെട്ടാണ്. പല സിനിമയിലും പല കൂട്ടുകെട്ടുകളാണ് അല്ലേ, പല ആളുകളാണ് നമ്മളെ കാണുന്നത് അല്ലേ. ഇതില് ഈ അച്ചുവായിട്ട് പല കാര്യങ്ങളും സംസാരിച്ച് ഷെയർ ചെയ്തിട്ടുണ്ടാവും അല്ലേ. എല്ലാ ഫുഡ് മേടിച്ച് തരാറുണ്ട്, അങ്ങനെ ഒത്തിരി കാര്യം ഷെയർ. ആ ലൊക്കേഷനിൽ വെച്ച് പറഞ്ഞ ഒരു കാര്യം രഹസ്യമായിട്ട് പറഞ്ഞ് പരസ്യമാക്കാൻ പറ്റുമോ? പറഞ്ഞ കാര്യം പരസ്യമാക്കാൻ പറ്റുമോ? രഹസ്യമായിട്ട് എന്നോട് മാത്രമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. രഹസ്യമായിട്ട് 10 ആൾക്കാരുടെ
ഈ രഹസ്യം നമ്മൾ 7 പേരല്ലാതെ മൂന്നാമത്തെ ഒരാൾ അറിയാൻ പാടില്ല. അങ്ങനെ എന്റെ അടുത്ത് മാത്രം രഹസ്യമായിട്ട് എന്താ പറഞ്ഞത്? രഹസ്യം പറഞ്ഞെങ്കിൽ രണ്ടെണ്ണത്തിന് അടുത്ത് മാത്രം. ആ, ഇവരുടെ അടുത്ത്. കാരണം ഞങ്ങളൊരു ഗ്യാങ്ങാണ്. ഇവര് 3 പേരും തമ്മിൽ കുറച്ചും കൂടെ ഒരു കൂട്ടൊക്കെ കൂടുതലാണ്. കാരണം ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ട് അതുകൊണ്ടൊന്നും എനിക്കില്ല കേട്ടോ. ആദ്യം ഞങ്ങളെ കുറച്ച് കൂടുതൽ വിശ്വസിക്കാൻ കൊള്ളാവുന്നതുകൊണ്ട് പിന്നെ അങ്ങനെ സീക്രട്ട് ആയിട്ടൊന്നും എന്റെ അടുത്ത് മാത്രമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ പരസ്യമായി പറയും. അപ്പൊ പറഞ്ഞിട്ടുണ്ട്. ഇല്ല ഇല്ല, എനിക്കൊരു തീരുമാനത്തിലെത്തണം. സീക്രട്ട് ആയിട്ട് എന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. പറയില്ല. മഹിമ ചേച്ചിയുടെ അടുത്ത് എന്ത് സീക്രട്ടും പറയാം, കാരണം അത് അപ്പൊ തന്നെ മറന്നു. ശരിയാട്ടാ, മറന്നൊന്നുമില്ല. ഞാനിങ്ങനെ അരണേ നാരായണ അടുത്ത് സീക്രട്ട് പറഞ്ഞാൽ മറന്നു പോകും. അല്ലേ അരണക്ക് അങ്ങനല്ലേ മറവി. മറവി കൂടുതലല്ലേ അറിയാൻ പാടില്ല. നിങ്ങളുടെ മറവിയുടെ അല്ല, ഞാൻ ചിലപ്പോ കാര്യമായിട്ട് കാസർഗോഡ് കാസർഗോഡ് അരണിയില്ലേത്. കാസർഗോഡ് അല്ലേ അവര് വേറെ പേരാണോ? ആരാണ് തന്നെ ആയിരിക്കും. അറിയില്ല ഇനിയിപ്പോ അവരെന്തെങ്കിലും എനിക്കറിയാത്ത എന്തെങ്കിലും ടേം ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ആരാണെന്നാ പറയുന്നത്. അപ്പൊ അത് തന്നെ പിന്നെ എന്റെ വ്യത്യാസം ഇരിക്കണം. അല്ല, മറന്നു പോന്നല്ല, അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കണില്ല. ഞാൻ എന്റെ കാര്യം പറയണേ. സീരിയസ് ആയിട്ട് എടുക്കണ്ട, പാവല്ലേ ഇതൊക്കെ. അത് കിട്ടു 14-ാം തീയതി അല്ല 14-ാം തീയതി റിലീസാണ്. ഫെബ്രുവരി 14-ാം തീയതി. ഞാൻ എല്ലാവരോടും ചോദിച്ച ചോദ്യം തന്നെ ആകുമ്പോൾ വിഷയമാവല്ല. എങ്കിലും ആദ്യം പ്രണയത്തിൽ ഒരു പൂ സ്വന്തം മേടിച്ചത് ആരുടെ അടുത്തുനിന്നാണ്? സ്വന്തം മേടിക്ക് തന്നെ മേടിച്ചതാ. ആര് തന്നപ്പോഴാണ് വാങ്ങിയത്? സ്വന്തമായിട്ട് ആര് പൂ ആര് തന്നപ്പോഴാണ് വാങ്ങിയത്? സ്വന്തമായി ആര് തന്നാലും മതിയോ? എനിക്ക് വീട്ടുകാരൊക്കെ മേടിച്ചു തന്നിട്ടുണ്ട് പൂ. അത് മേടിച്ചിട്ടുണ്ട്. വീട്ടുകാര് തന്ന പൂ മേടിച്ചിട്ടുണ്ട്. അല്ലാതെ ഉദ്ദേശിച്ച ചോദ്യം എനിക്ക് മനസ്സിലായി. ഞാൻ കൃത്യമായ ചോദ്യം ചോദിച്ചാൽ മാത്രമേ ചോദ്യത്തിന് ഉത്തരം പറയൂ. ആരാണ് ആദ്യം പൂ തന്ന് പ്രണയിച്ചത്? പൂ തന്ന് പ്രണയിച്ചതോ? പ്രണയം പറഞ്ഞത് സഞ്ജു. ആരാണ്? പൂ തന്നൊന്നും ആരും പ്രണയിച്ചിട്ടില്ല. ലെറ്റർ തന്ന് ഭൂതരാണ്ട് പ്രണയിച്ചിട്ടുണ്ടോ? അതായിരിക്കും അടുത്ത ചോദ്യം. പ്രണയിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ ആരാണ് ആദ്യം പ്രണയം ആദ്യം പറഞ്ഞത്, തുറന്നു പറഞ്ഞത് ആരാണ്? എത്രാമത്തേല്? നമുക്ക് ആദ്യം പറഞ്ഞ ഒരു പ്രണയം കിട്ടൂല. തുറന്നു പറയുന്ന ആളാ ഞങ്ങള് കൊറേ. ഞാൻ ആദ്യം ആരാ പറഞ്ഞെന്നോ? ആദ്യം ഞാനായിരിക്കും. അങ്ങോട്ട് പറയത് തിരിച്ചും കൂടെ ഉണ്ടായിരുന്നു. തിരിച്ചും കൂടെ ഇതൊക്കെ ആൾക്കാരുടെ കൺസേൺ ആണോ? ഇതൊക്കെ കണ്ട ആൾക്കാർക്ക് എന്തറിയാനില്ലേ? പ്രണയം അറിയാൻ തിരിച്ചുണ്ടായിരുന്നോണ്ടാണല്ലോ അത് പ്രണയമായത്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.